പോസ്റ്റ്മോർട്ടം ഏകദേശം ഉച്ചയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 12:40 തുടങ്ങി 1:50 കഴിഞ്ഞു എന്നാണ്. ഒരു മണിക്കൂറിൽ അല്പം അധികം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ അതില് ആന്തരിക അവയവങ്ങൾ സാധാരണഗതിയിൽ പോലീസ് തന്നെ റിക്വസ്റ്റ് ചെയ്യും. അത് വിസ്ര എന്നാണ് അതിന് പറയുന്നത്. അത് പ്രിസർവ് ചെയ്യണം, കെമിക്കൽ ലാബറട്ടറിക്ക് അയക്കുന്നതിനായി കരുതണം, അല്ലെങ്കിൽ എടുത്ത് സൂക്ഷിച്ചു വെക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അത് റിക്വസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും പോലീസ് സർജന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. കാരണം ഒരു പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ആ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന ആളിന്റെ വയറിനുള്ളിലുള്ള അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ ഭാഗങ്ങൾ എടുത്ത് പ്രിസർവ് ചെയ്ത് കേടുകൂടാതെ സൂക്ഷിച്ച് കെമിക്കൽ ലാബറട്ടറിക്ക് അത് പോലീസിന്റെ കൈവശമാണ് കൊടുത്തുവിടുന്നത്. നമസ്കാരം. മലയാള സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചെമ്മീൻ എന്നൊരു ചലച്ചിത്രമുണ്ടായിരുന്നു. ഈ ചെമ്മീൻ എന്ന ചലച്ചിത്രത്തിലെ എല്ലാ വിഭാഗവും, കലാ സാങ്കേതിക വിഭാഗങ്ങളെല്ലാം വളരെ മികച്ചത് തന്നെയായിരുന്നു. മലയാളത്തിലെ അഥവാ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും നല്ല സിനിമകളിൽ ഒരു സിനിമ തന്നെയാണ് ചെമ്മീൻ. എന്താണ് ഇപ്പോൾ ചെമ്മീൻ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ കാര്യം എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. ചെമ്മീൻ സിനിമയിൽ മന്നാടെ പാടി അനശ്വരമാക്കിയ ഒരു ഗാനമുണ്ട്, മാനസമൈനേ വരൂ. വയലാർ രാമവർമ്മ എഴുതി സലീൽ ചൗധരി ഈണം നൽകിയ ഈ ഗാനം മന്നാടെ അതിഗംഭീരമായി ഭാവോജ്വലമാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് മധുവാണ്. എന്നാൽ പറഞ്ഞു വരുന്നത് പാട്ടിനെ കുറിച്ചല്ല. ഈ പാട്ടിൽ ഒരു വരിയുണ്ട്, കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ലോവനെ അടങ്ങുകില്ല. അതായത് കടലിലെ ഓളങ്ങൾ, തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും, അതുപോലെ തന്നെയാണ് കരളിലെ മോഹങ്ങളും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഒന്നിനു പുറകെ കടലിലെ ഓളങ്ങൾ പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ, പുതിയ പുതിയ ദുരൂഹമായ ആരോപണങ്ങളും സംശയങ്ങളും തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ KM ആന്റണി എന്ന് പറയുന്ന ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിൽ തന്നെ ഇതിൽ കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നു, ചട്ടലംഘനം ഉണ്ടായിരിക്കുന്നു. നവീൻ ബാബുവിൻ്റെ മൃതദേഹത്തിലെ ആന്തരികാവയവങ്ങൾ പോലീസ് എടുത്തു വയ്ക്കാതിരുന്നതും അത് ആന്തരിക പരിശോധനയ്ക്ക് ലാബിലേക്ക് അയക്കാതിരുന്നതുമെല്ലാം അതീവ ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ്. ആരെയോ സ്ഥാപിത താല്പര്യക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ പോലീസ് ആരുടെയോ ഒത്താശയ്ക്ക് വേണ്ടി തുള്ളിയിരിക്കുന്നു. ഇത് തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടറും ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ KM ആന്റണി പറയുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇതുപോലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 15-ാം തീയതിയാണ് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അന്ന് മുതൽ ഇന്നോളം നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയല്ല, അതൊരു കൊലപാതകം ആണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് കേരളത്തിന്റെ പൊതുബോധം എത്തി നിൽക്കുന്നത്. തീർച്ചയായും അത്തരം സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഓരോ ദിവസവും നേരത്തെ പറഞ്ഞതുപോലെ കടലിലെ ഓളങ്ങൾ പോലെ ഓരോരോ പുതിയ വിശേഷങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും മാധ്യമ സൃഷ്ടിയല്ല. ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ അതിൽ കൃത്യമായി കാമ്പുണ്ട്, കഴമ്പുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ KM ആന്റണി നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ പോലീസിനും പോലീസ് സർജനും പറ്റിയ അപാകതകളെക്കുറിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അതില് വിസ്ര ആന്തരിക അവയവത്തിന്റെ ഭാഗങ്ങൾ റിസർവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം അതിൽ സൈലന്റ് ആണ്, അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തി കാണുന്നില്ല. ബാക്കിയുള്ള എക്സ്റ്റേണൽ ഇഞ്ചുറീസ് മറ്റും ഉള്ളതായിട്ട് അതിൽ പറയുന്നില്ല. പക്ഷേ ഈ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു കേസില് ഇൻക്വസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മെഡിക്കൽ കോളേജിലേക്കോ അല്ലെ പോലീസ് സർജന്റെ പക്കലേക്കോ അയക്കുമ്പോൾ ആ ലെറ്റർ അയക്കുന്നുണ്ട് പോലീസ് സർജൻ ആൻഡ് ഫോറൻസിക് പ്രൊഫസർ ഇൻ ഫോറൻസിക് മെഡിസിൻ പോലീസ് സർജൻ അഡ്രസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോ ആ ലെറ്ററിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം കിട്ടിയതിന് ശേഷമാകും പോസ്റ്റ്മോർട്ടം തുടങ്ങുന്നത്. പോസ്റ്റ്മോർട്ടം ഏകദേശം ഉച്ചയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 12:40 തുടങ്ങി 1:50 കഴിഞ്ഞു എന്നാണ്. ഒരു മണിക്കൂറിൽ അല്പം അധികം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ അതില് ആന്തരിക അവയവങ്ങൾ സാധാരണഗതിയിൽ പോലീസ് തന്നെ റിക്വസ്റ്റ് ചെയ്യും. അത് വിസ്ര എന്നാണ് അതിന് പറയുന്നത്. അത് പ്രിസർവ് ചെയ്യണം, കെമിക്കൽ ലാബറട്ടറിക്ക് അയക്കുന്നതിനായി കരുതണം, അല്ലെങ്കിൽ എടുത്ത് സൂക്ഷിച്ചു വെക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അത് റിക്വസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും പോലീസ് സർജന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. കാരണം ഒരു പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ആ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന ആളിന്റെ വയറിനുള്ളിലുള്ള അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ ഭാഗങ്ങൾ എടുത്ത് പ്രിസർവ് ചെയ്ത് കേടുകൂടാതെ സൂക്ഷിച്ച്
കെമിക്കൽ ലാബറട്ടറിക്ക് അത് പോലീസിന്റെ കൈവശമാണ് കൊടുത്തുവിടുന്നത്. സീൽ ചെയ്ത് പാക്ക് ചെയ്ത് എടുത്തതിന് ശേഷം അത് കെമിക്കൽ ലാബറട്ടറിയിലേക്ക് അയച്ച് അതിൽ എന്തെങ്കിലും രീതിയിലുള്ള മായമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വിഷാംശമോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും വയറിനുള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആന്തരിക അവയവത്തിനുള്ളിലോ ഉണ്ടോ എന്നുള്ളത് പരിശോധന നടത്തേണ്ടത് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കാര്യത്തിൽ അത് അങ്ങനെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്നും റിക്വസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും പോലീസ് സർജൻ അത് അയച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിശബ്ദമാണ്. അല്ലെങ്കിൽ നമുക്കത് ആ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. ഇനിയിപ്പം സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിന്റെ അടിഭാഗത്ത് അതായത് ഈ ആന്തരിക അവയവങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, കെമിക്കൽ രാസപരിശോധനയ്ക്ക് അയക്കുന്നുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് അത് കാണുന്നില്ല. അതിനർത്ഥം അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലീസ് സർജന് മാത്രമേ അറിയാൻ സാധിക്കൂ. ഇനി അത് രേഖപ്പെടുത്താൻ വിട്ടുപോയതാണോ, ഇനി അത് ശേഖരിക്കാൻ വിട്ടുപോയതാണോ, ഇനി പോലീസ് അങ്ങനെ റിക്വസ്റ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ ശേഖരിക്കാതിരുന്നതാണോ? ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിട്ടുപോകാൻ പാടില്ല. പോലീസ് റിക്വസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലീസ് സർജൻ അത് അയക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ആ വേളയിൽ തന്നെ ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനൊക്കെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആ കാര്യങ്ങളിലുണ്ട്. കാരണം അത് എല്ലാ കേസുകളിലും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ അത്രമാത്രം വലിയ ആക്സിഡന്റ് പോലുള്ള 90% ഉറപ്പുള്ള കേസുകൾ ഒഴികെ ബാക്കിയുള്ള കേസുകളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അത് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ നിന്ന് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലൂയിഷ് കളറ് ചുണ്ടിന്റെ ഭാഗത്തും അതുപോലെ തന്നെ നെയിൽ വിരലിന്റെ നഖത്തിന്റെ ഭാഗത്തും ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഏതെങ്കിലും രീതിയിൽ മനസ്സിലാക്കാനേ സാധിക്കുന്നുള്ളൂ. അത് സാധാരണഗതിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്ന് ഈ ഓക്സിജന്റെ അപര്യാപ്തത മൂലം ചിലപ്പോൾ ഒരു ബ്ലൂയിഷ് കളർ വരാറുണ്ട്. അത് സ്വാഭാവികമായിരിക്കാം. പക്ഷെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ഡ്യൂ ടു ഹാങ്ങിങ് എന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് വിത്ത് ഡെത്ത് അല്ലെങ്കിൽ ഹാങ്ങിങ് ആണ് അതിൽ ഉറപ്പായിട്ട് തന്നെ ഡോക്ടർ പറയുന്നു. കെട്ടിത്തൂക്കുമ്പം അത് സാധാരണഗതിയിൽ കെട്ടിത്തൂക്കുന്ന സാഹചര്യവും തൂങ്ങി മരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പോലീസ് സർജൻ അതിന്റെ ലിഗേച്ചർ മാർക്ക് എന്ന് പറയും, അതായത് കയറിന്റെ പാടുകൾ ആ കഴുത്തിലുണ്ട്. അത് ഒബ്ലിക്കായിട്ടാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. കാരണം അത് തൂങ്ങിമരണത്തിന്റെ ലക്ഷണമാണ്. പക്ഷേ സാധാരണഗതിയിൽ ഒരു മർഡർ കേസിൽ കയറ് മുറുക്കി കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയാണ് എങ്കിൽ സാധാരണഗതിയിൽ ആ കഴുത്തിന്റെ മുഴുവൻ ഭാഗത്തും ആ കയറിന്റെ ഭാഗം കാണും. അപ്പൊ അത് അങ്ങനെയാണ് അത് വലിഞ്ഞു വരുന്നത്. തന്നെയല്ല അത് തീർത്തും വട്ടത്തിലായിരിക്കും, അല്ലെ കഴുത്തിന് കുറുകയായിരിക്കും, ആ രീതിയിലുള്ളതായിരിക്കും. ഇത് പക്ഷെ അങ്ങനെയല്ല. കഴുത്തിന്റെ ചെവിയുടെ ഭാഗത്ത് ഒരു ഭാഗവും ഭാഗികമായിട്ട് കഴുത്തിലും എന്നുള്ള നിലയിലാണ് അത് കാണുന്നത്.